സാറ് ദീനദയാൽജിയെക്കുറിച്ച് അവഗാധമായൊരു പഠനം നടത്തിയിട്ടുള്ള ആളാണ്. സാറിൻ്റെ PhD തീസിസും ഏകാത്മമാനവ ദർശനം തന്നെയാണെന്നറിയാം. ശരിക്കും ഈ ഏകാത്മമാനവ ദർശനം ഇന്നത്തെ ഭരണ സംവിധാനത്തിൽ, ഇപ്പോൾ ഇന്ത്യ എന്ന ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി, ലോകത്തിലെ രാജ്യത്തെ എല്ലാ മേഖലയിലുമുള്ളവർക്ക് ക്ഷേമം ഉറപ്പാക്കാൻ ഉള്ള പരിശ്രമങ്ങൾ മോഡി ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള മോഡി ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ നയപരിപാടികളിൽ, പോളിസീസിൽ ഒരു ദീനദയാൽജി ടച്ച് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദർശനം ഇന്നത്തെ ഭരണ സംവിധാനം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു? അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മൾ വളരെ ചുരുക്കിയെങ്കിലും എന്താണ് ഏകാത്മാന ദർശനം പറയേണ്ടിയിരിക്കുന്നു. കാര്യം ആരാണ് ദീനദയാൽ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു, ചിന്തകനായിരുന്നു, ഇക്കണോമിസ്റ്റായിരുന്നു, ദാർശനികനായിരുന്നു. വ്യത്യസ്തമായ മേഖലകളിൽ അദ്ദേഹം അറിയപ്പെടുന്നയാളാണ്. 1960 എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദർശത്തിൻ്റെ പൊയ്മുഖങ്ങൾ തിമർത്താടിയ ഒരു കാലഘട്ടമാണ്. വ്യക്തമായ നയമില്ലാതെ, ലക്ഷ്യമില്ലാതെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിന് വേണ്ടി പരസ്പരം മല്ലടിച്ച ഒരു സമയത്ത് ജനസംഘത്തിൻ്റെ പ്രവർത്തകരെ ആദർശനിഷ്ഠയുള്ള പ്രവർത്തകരാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ദീനദയാൽജി 1964 ഗ്വാളിയറിൽ ചേർന്ന ഭാരതീയ ജനസംഘത്തിൻ്റെ ചിന്തൻ ശിബിരത്തിൽ തത്വവും നയവും എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അവതരിപ്പിച്ചത്. പിന്നീട് അതേ ആശയങ്ങൾ 1965 വിജയവാഡയിലെ ജനസംഘത്തിൻ്റെ നാഷണൽ എക്സിക്യൂട്ടീവിൽ അദ്ദേഹം അവതരിപ്പിച്ചു. പിന്നീട് അതേ വർഷം ഏപ്രിൽ മാസത്തിൽ ബോംബെയിൽ നടന്ന 4 ദിവസത്തെ പ്രഭാഷണ പരമ്പരയിൽ ഏകാത്മമാനവ ദർശനം, ഏകാത്മമാനവവാദം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അവതരിപ്പിക്കുകയായിരുന്നു. വളരെ ചുരുക്കി ലളിതമായി പറഞ്ഞാൽ ലോകത്ത് എത്രയോ തത്വശാസ്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ തത്വശാസ്ത്രങ്ങളൊന്നും മനുഷ്യന്, സമൂഹത്തിന്, രാഷ്ട്രങ്ങൾക്ക് പരിപൂർണമായ സുരക്ഷിതത്വവും സമാധാനവും കൊടുക്കാൻ പര്യാപ്തമായിരുന്നില്ല. ദീനദയാൽ വിശ്വസിച്ച് നമ്മുടെ ലോകത്ത് അക്രമം, അനീതി, സംഘർഷം ഇതെല്ലാം ഉണ്ടാകാൻ കാരണം ഈ ദർശനങ്ങളാണ്. കാരണം ഈ ദർശനങ്ങളെല്ലാം പരസ്പര വിരുദ്ധമാണ്, ഒന്ന് മറ്റൊന്നിനെതിരാണ്. ഈ ദർശനങ്ങളുടെ നല്ല വശങ്ങളെ സ്വാംശീകരിക്കാൻ പാശ്ചാത്യത്തിന് കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ വ്യത്യസ്ത ദർശനങ്ങളിലെ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, ഏകലോകം, വിശ്വശാന്തി, ഇത്തരത്തിലുള്ള വ്യത്യസ്ത ദർശനങ്ങളിലെ നല്ല വശങ്ങളെ സ്വാംശീകരിച്ച് ജനങ്ങൾക്ക്, വ്യക്തിക്കും സമാജത്തിനും ഗുണകരമാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. അപ്പോൾ അഡ്വാൻജി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, ലോകത്തിലെ ദാർശനികരെ അലട്ടിയിരുന്നൊരു പ്രശ്നം എങ്ങനെ വ്യക്തിക്കും സമാജത്തിനിടയിൽ സമാധാനവും ഐക്യവും ഉണ്ടാക്കാം എന്നുള്ള വിഷയമായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിന് വ്യക്തിയും സമാജവും തമ്മിൽ സംഘർഷമില്ലാതെ സമന്വയത്തിൽ കഴിയാനുള്ള മാർഗം എന്താണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇൻ്റഗ്രൽ ഹ്യൂമനിസം, ഏകാത്മമാനവ ദർശനം എന്ന് അഡ്വാൻജി പറയുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ ദീനദയാൽ എന്തെങ്കിലും പുതുതായിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അദ്ദേഹം ഭാരതീയ ദർശനങ്ങളിൽ നിന്ന് അതിൻ്റെ അടിയിലേക്ക് ചെന്ന് ആ ഭാരതീയ ദർശനങ്ങളുടെ ഏറ്റവും പ്രബലമായ സന്ദേശം വൈവിധ്യത്തിലെ ഏകത്വം എന്നുള്ളതാണ്. വൈവിധ്യമുണ്ട്, പക്ഷേ ആ വൈവിധ്യം ഉപരിതലത്തിൽ മാത്രമാണ്, അതിനുള്ളിലൊരു ഏകത്വമുണ്ട്. അപ്പോൾ ഈ സന്ദേശം, വൈവിധ്യത്തിലെ ഏകത്വം എന്ന സന്ദേശമാണ് അദ്ദേഹം സത്യത്തിൽ ഈ ദർശനത്തിൻ്റെ അടിത്തറയായി സ്വീകരിച്ചത്. അതുകൊണ്ട് ദീനദയാൽജി കണ്ടെത്തിയതല്ല ഇത്, ദീനദയാൽജി പ്രൊപ്പൗണ്ട് ചെയ്തതാണ് ഈ ദർശനമെന്ന് പറയേണ്ടി വരും. വ്യക്തിയും സമാജവും 2 ഘടകങ്ങളാണ്. എപ്പോഴും വ്യക്തിയും സമാജവും തമ്മിൽ എപ്പോഴും സംഘർഷമുണ്ട് എന്നാണ് വിശ്വാസം. അത് സോഷ്യോളജിക്കലായിട്ട് അങ്ങനെയാണ് നമ്മളൊക്കെ പഠിച്ചത്. അങ്ങനെയാണ് റൂസോയുടെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകരും ഒക്കെ നമ്മളെ പഠിപ്പിച്ചതാണ്. വ്യക്തിയും സമാജവും എപ്പോഴും സംഘർഷത്തിലാണ്. പക്ഷേ ദീനദയാൽജി പറയുന്നത് വ്യക്തിയും സമാജവുമായി സംഘർഷത്തിലാണ് എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് വ്യക്തിക്ക് ആത്മാവുള്ളതുപോലെ സമാജത്തിനും ആത്മാവുണ്ട് എന്നാണ്. അപ്പോൾ വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഇപ്പോഴത്തെ അജണ്ടയാണ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. എന്താ ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ ചിന്തയനുസരിച്ച് വ്യക്തിയുടെ ഉള്ളിലാണ്, സൂക്ഷ്മതലത്തിലാണ്.
അപ്പോൾ സൂക്ഷ്മതലത്തിലുള്ള വികാസമാണ് വ്യക്തിത്വത്തിൻ്റെ സമ്പൂർണ്ണമായ വികാസം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവെന്ന കൺസെപ്റ്റ് എവിടെയാണ്? അപ്പോൾ ഭാരതീയ ചിന്തയിലെ പ്രത്യേകതയാണല്ലോ ആത്മാവിനെക്കുറിച്ചുള്ള സങ്കല്പം. അപ്പോൾ ഈ ആത്മാവെന്ന സങ്കല്പത്തിൻ്റെ പ്രാധാന്യം എവിടെയാണ്? ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ്, ചിതി, ഇതെല്ലാമുള്ള ഒന്നാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ്റെ ആത്മാവിന് പകരം രാഷ്ട്രത്തിന് ചിതിയുണ്ട് എന്നാണ്. രാഷ്ട്രത്തിനും ആത്മാവുണ്ട്. വിവേകാനന്ദ സായി പറഞ്ഞുകൊണ്ട് ഓരോ രാഷ്ട്രത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഓരോ രാഷ്ട്രത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം അതിനെ വിളിച്ചത് റൈസ് ആൻഡ് ദി ട്രൂ. റൈസ് ആൻഡ് ദി ട്രൂ എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവിൻ്റെയും നിലനിൽപ്പിന് അടിത്തറയാകുന്ന വസ്തുവെന്തു അതാണ് ആ റൈസ് ആൻഡ് ദി ട്രൂ. അപ്പോൾ ഭാരതത്തിനും എല്ലാ രാഷ്ട്രങ്ങൾക്കും ആത്മാവുണ്ട്. ഇപ്പോൾ വ്യക്തിയുടെ ആത്മാവ്, ഭാരതത്തിൻ്റെ ആത്മാവ്, രാഷ്ട്രത്തിൻ്റെ ആത്മാവ്, ഈ രണ്ട് ഘടകങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനുഷ്യൻ്റെ വ്യക്തിത്വം വികസിച്ച് അവൻ താൻ ജീവിക്കുന്ന സമൂഹത്തിനെയും രാഷ്ട്രത്തിനെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ വികസിച്ചാൽ അവിടെ സംഘർഷത്തിൻ്റെ അടിസ്ഥാനം കാരണമില്ല. അപ്പോൾ അങ്ങനെ വ്യക്തിയും സമാജവുമായി സമന്വയത്തിൽ കഴിയുന്ന ഒരു സങ്കല്പമാണ് ഏകാത്മാനദർശനം മുന്നോട്ട് വയ്ക്കുന്നത്. സത്യത്തിൽ ഇത് നമ്മുടെ ആധുനികമായ രീതിയിൽ ചിന്തിച്ചാൽ സമൂഹത്തിൽ നിയമങ്ങളുണ്ട്. അപ്പോൾ വ്യക്തിയും സമാജവും നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. ഇവിടെ നിയമം എന്നുള്ളതിനെ ധർമ്മം എന്ന സങ്കല്പത്തിലാണ്. ഭാരതം ധർമ്മരാജ്യമാണ്. അതാണ് ധർമ്മരാജ്യം. ധർമ്മമാണ് വ്യക്തിയെയും സമാജത്തെയും നയിക്കുന്നത്. അപ്പോൾ വ്യക്തിയെയും സമാജത്തെയും നയിക്കുന്ന ധർമ്മരാജ്യം, ധർമ്മസങ്കല്പമാണ് ഈ ദീനദയാൽജിയുടെ ഈ സങ്കല്പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അപ്പോൾ ഭാരതം ഒരു ധർമ്മരാഷ്ട്രമാണ്. അപ്പോൾ ധർമ്മരാഷ്ട്രത്തിൽ മാത്രമേ വ്യക്തിയുടെയും സമാജത്തിൻ്റെയും സമ്പൂർണ്ണമായ വികസനം സാധ്യമാവൂ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ധർമ്മം എന്ന് ചോദിക്കാൻ ധർമ്മത്തിൽ നിർവചനമൊന്നുമില്ല. അത് സമൂഹത്തിലെ അന്തർലീനമായ നിയമങ്ങളാണ്. അപ്പം ചോദിക്കും എഴുതി വയ്ക്കാത്ത നിയമത്തിന് എന്താ പ്രസക്തി? ഇപ്പോൾ ഇംഗ്ലണ്ടിൽ എഴുതി വെച്ച ഭരണഘടനയില്ലല്ലോ. അപ്പോൾ ഇംഗ്ലണ്ടിൽ ഭരണഘടന എഴുതി വെച്ചില്ലെങ്കിലും ഇംഗ്ലീഷുകാർ അവരുടെ ആചരണത്തിന് ഒരു പാരമ്പര്യത്തിൻ്റെ മഹിമയുണ്ട്. അപ്പോൾ പാരമ്പര്യമാണ് അവിടെ ബ്രിട്ടീഷ് നിയമങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇവിടെയും നമ്മുടെ സമൂഹത്തിന് അന്തർലീനമായിട്ടുള്ള നിയമങ്ങളെ നമുക്ക് ഗാന്ധി പറയുന്നുണ്ട്, ഒരു രാഷ്ട്രത്തിൽ നിയമം ഉണ്ടാവാമെങ്കിൽ എന്തുകൊണ്ട് ധാർമ്മിക നിയമങ്ങൾ ഉണ്ടായിക്കൂടാ? നമ്മൾ നിയമം അനുസരിക്കുക, എന്തുകൊണ്ട് ധാർമ്മികങ്ങൾ അനുസരിച്ചുകൂടാ? അപ്പം ധർമ്മരാജ്യത്തിൽ ഇപ്പം നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഒരു സമൂഹത്തിലെ ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ നമ്മൾ പറയുന്ന സമൂഹം ധർമ്മത്തിൻ്റെ അടുത്തയിൽ ജീവിക്കണം. അപ്പം ധർമ്മത്തിൻ്റെ അടുത്തിൽ ജീവിക്കണമെങ്കിൽ ധർമ്മം ആരാണ് ധർമ്മം നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്ന ആരാണ്? ഭരണഘടനാപരമായ സ്വയംഭരണം. അതാണ് ധർമ്മരാജ്യത്തിൻ്റെ ആധുനികമായ നിർവചനം. ഭാരതം ധർമ്മരാജ്യമാണ്. ഗാന്ധി രാമരാജ്യം എന്ന് പറഞ്ഞു, അത് ധർമ്മരാജ്യമാണ്. ധർമ്മരാജ്യം എന്താണ്? ഭരണഘടനാടിസ്ഥാനമായ സ്വയംഭരണം. അപ്പോൾ ഭരണഘടനയാണ് നമ്മുടെ ധർമ്മം. കാരണം ഈ ഭരണഘടനാടിസ്ഥാനമായ സ്വയംഭരണമുള്ള രാജ്യത്ത് മാത്രമേ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കൺസെപ്റ്റാണ് ദീനദയാൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കൺസെപ്റ്റ് യഥാർത്ഥത്തിൽ നടപ്പിൽ വരുന്ന സർക്കാരാണ് ഇപ്പോൾ നമ്മുടെ മോഡി ഗവൺമെൻറ് വരുന്നത്. മോഡി ഗവൺമെൻറ്റിൻ്റെ ഓരോ പരിപാടികളിലും ഈ ദീനദയാൽജിയുടെ ഏകാത്മാന ദർശനത്തിൻ്റെ മിന്നലാട്ടങ്ങൾ കാണാം. സ്വച്ഛ ഭാരത്, സ്വച്ഛത, അല്ലേ? ധർമ്മത്തിൻ്റെ ഒരു കമ്പോണൻ്റാണ് അഹിംസ, സത്യം, അസ്തേയം, ധർമ്മം. അപ്പോൾ ഈ സ്വച്ഛ ഭാരത് എന്ന് പറയുമ്പോൾ ആ ധർമ്മസങ്കല്പമാണ്. ഗാന്ധി പറഞ്ഞു സത്യവും അഹിംസയും, അല്ലേ? സത്യം, അഹിംസ, മൂന്നാമത് സ്വച്ഛത വന്നു. അപ്പം മോദിയുടെ ഓരോ സങ്കല്പങ്ങളും അങ്ങനെയാണ്. ദീനദയാൽജി പറഞ്ഞു അന്ത്യോദയയാണ് സർവോദയത്തിൻ്റെ അടിത്തറ, അല്ലേ? അന്ത്യോദയ, അന്നയോദയ അടൽ ബിഹാരി വാജ്പേയി ആരംഭിച്ചതാണ്. അത് കൂടുതൽ ശക്തമായി മോഡി മുന്നോട്ട് കൊണ്ടുപോവുക. ഷെഖാവത്തിൻ്റെ സ്കീമാണ് രാജസ്ഥാനിൽ ഷെഖാവത്ത് ഗവൺമെൻറ് ആദ്യം. ദീനദയാൽജി അദ്ദേഹം പറയുന്നത് ഭാരതത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഈ വികസനത്തിൻ്റെ പ്രധാന ലക്ഷ്യം മനുഷ്യന് സന്തോഷമാവണമെന്നാണ്. മനുഷ്യൻ്റെ സന്തോഷവും സംതൃപ്തിയുമാണ് വികസനത്തിൻ്റെ ലക്ഷ്യം എന്ന് മാത്രമല്ല ഭാരതത്തിൻ്റെ പ്ലാനിംഗ് സംവിധാനം അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ പ്ലാനിംഗ് നടത്തുന്നത് പ്ലാനിംഗ് കമ്മീഷൻ്റെ അംഗങ്ങൾക്ക് കൂടുതൽ അവസരം ഉണ്ടാകാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അതിൽ ഈ കോംപ്രിഹെൻസീവ് പ്ലാനിങ് അദ്ദേഹം അനുകൂലിച്ചില്ല. അതാണല്ലോ നമ്മളിപ്പം പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗമായത്. സ്വിറ്റ്സർലൻഡിലെ പ്ലാനിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം. അവിടെ 4 തലത്തിലാണ് സ്വിറ്റ്സർലൻഡിൽ. ഏറ്റവും കൗണ്ടികളിൽ അവർ നിർദ്ദേശങ്ങൾ വരും. അപ്പോൾ കൗണ്ടികൾക്ക് തൊട്ട് മുകളിലുള്ള ഒരു തലത്തിൽ ഈ നിർദ്ദേശങ്ങളുടെ സാധ്യത പഠിക്കും. അതിന് മുകളിലുള്ള തലത്തിൽ അതിനെക്കുറിച്ചുള്ള ആസൂത്രണം നടത്തും. ഏറ്റവും മുകളിൽ ആണ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഒരു 4 ടയർ സിസ്റ്റമാണ്. അപ്പോൾ ഇത് തുടങ്ങുന്നത് ജനങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഈ നീതി ആയോഗ് നമ്മുടെ ഈ നീതി ആയോഗിൻ്റെ കൺസെപ്റ്റ് അതാ. നമ്മൾ ഈ PPP എന്ന് പറയലേ, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, അതിൻ്റെ കൂടെ ഒരു പിയും കൂടെ ചേർത്തു, PPPP, P4
പീപ്പിൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. അപ്പോൾ ഏത് പദ്ധതി നടക്കുമ്പോഴും ആ പദ്ധതി പ്രദേശത്തെ ജനങ്ങളുടെ അഭിപ്രായം ആരായണം. ആ അഭിപ്രായം ആരാഞ്ഞിട്ട് അതനുസരിച്ച് വേണം പ്ലാനിങ് നടത്താൻ. അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വേണം. അതാണ്. അതുപോലെ ഈ പിന്നെ വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നത്, ഞാൻ ഈയിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു പുസ്തകത്തിൽ വായിച്ചു. ഒരു ഫലോദ്യാന കർഷകനുണ്ടെന്ന് വിചാരിക്കുക. അയാൾ തേനീച്ച വളർത്തുന്നു. അയാൾക്ക് തേനീച്ച വളർത്തലുമുണ്ട്, ഫലോദ്യാനവും. അപ്പം ഈ തേനീച്ചയ്ക്ക് പൂക്കളിൽ പോയി തേൻ നുകരാനും കഴിയും, പൂക്കളിൽ പരാഗണവും നടക്കും. അപ്പം ഇത് തമ്മിൽ യോജിച്ചു പോകുന്ന ഒരു കൺസെപ്റ്റാണ്. അതുപോലെ ഇപ്പം ഒരു രാജ്യത്ത് ഇപ്പം ഒരു വളം നിർമ്മാണശാല, ഒരു സ്റ്റീൽ പ്ലാന്റ്, ഒരാശുപത്രി, ഇത് മൂന്നും തുടങ്ങാൻ ആലോചിക്കുന്നു വിചാരിക്കുക. വ്യവസായികൾ സ്റ്റീൽ പ്ലാന്റ് വേണമെന്ന് പറയും, അല്ലേ? കർഷകർ വളം വേണമെന്ന് പറയും. ആശുപത്രിയെക്കുറിച്ച് ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഏതായിരിക്കും ആദ്യം നടപ്പാകുന്നത് ഈ വളം നിർമ്മാണശാലയും സ്റ്റീൽ പ്ലാന്റും ആയിരിക്കും. ആശുപത്രിക്ക് അവസാനമേ ഉള്ളൂ. കാരണം അവരാണ് സർക്കാരിൽ സ്വാധീനം ചെല്ലാൻ കഴിവുള്ളവർ. പക്ഷെ കൊറോണ വരുമ്പോൾ ആവശ്യം ആശുപത്രിയിലാണ്. അപ്പോൾ അവിടെ തീരുമാനം ഭൂരിപക്ഷ അഭിപ്രായത്തിലോ അല്ലെങ്കിൽ ശക്തിയുടെ അടിസ്ഥാനത്തിലോ അല്ല വേണ്ടത്, ജനങ്ങളുടെ പ്രയോജന അടിസ്ഥാനത്തിൽ വേണം. അപ്പോൾ അങ്ങനെ ഈ വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിലുള്ള ഈ പിന്നെ സമന്വയമാണ് ഈ ദർശനത്തിൻ്റെ പ്രസക്തി. സുബ്രഹ്മണ്യ സ്വാമി പറയുന്നത് ഇതിന് പുതിയ പേരെന്ന്, അതായത് ഏകാത്മാനന്ദത്തിൻ്റെ പുതിയ പേര് സിസ്റ്റംസ് അനാലിസിസ് എന്നാണ്. കമ്പ്യൂട്ടർ ഭാഷയിൽ സിസ്റ്റംസ് അനാലിസിസ്, അതായത് ചെറിയ ഒരു സംവിധാനത്തിലെ ചെറിയ ഘടകങ്ങൾ എടുക്കും. ഈ ചെറിയ ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇത് പഠിക്കുന്നത്, സിസ്റ്റംസ് അനാലിസിസ്. പുതിയ ആധുനിക ഭാഷ ഇതാണ് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത ചെറിയ ഒരു വസ്തുതയുടെ വ്യത്യസ്തമായ ചെറിയ ഘടകങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ദർശനത്തിൻ്റെ പ്രായോഗികത. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ മോഡി ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും ദീനദയാൽജിയുടെ ദർശനത്തിൻ്റെ സ്വാധീനം കാണാൻ പറ്റും. ഒരു ക്ഷേമരാഷ്ട്ര കൺസെപ്റ്റ്. ഇപ്പോൾ അന്ന യോജനയുടെ കാര്യം പറഞ്ഞു. 81 കോടി ജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുക. ഈ പഴയ കാലത്ത് നമ്മൾ വൈക്കത്തെ ക്ഷേത്രത്തിൽ പറയാറില്ലേ, നട അടയ്ക്കും മുമ്പ് ഭക്ഷണം കഴിക്കാത്തവരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു മഹത്തായ കൺസെപ്റ്റ് ഉണ്ടല്ലോ. അതുപോലെ ഈ രാജ്യത്ത് പട്ടിണി കിടക്കുന്ന ഒരാളും ഉണ്ടായിക്കൂടാ. അത് കോവിഡിൻ്റെ കാലഘട്ടത്തിലാണ് മോഡി ആസൂത്രണം ചെയ്യണമെങ്കിലും സ്റ്റിൽ ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ്, അല്ലേ? 82 കോടി ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടാത്ത, ഒരു പ്രശ്നമില്ലാത്ത ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പം. അത് ദീനദയാൽജിയുടെ ഒരു മഹത്തായ ദർശനത്തിൻ്റെ എന്താ പറയുക സാക്ഷാത്കാരമാണ് ശരിക്കും, അല്ലേ? അപ്പം അതിൽ ഈ ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത്, സങ്കല്പം എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിനും മുതലാളിത്തത്തിനും ഒരു ഒത്തുതീർപ്പ് രീതിയിൽ വന്നതാണ്. കമ്മ്യൂണിസത്തിനും മുതലാളിത്തത്തിനും ഇടയിലുള്ള ഒത്തുതീർപ്പാണ് ക്ഷേമരാഷ്ട്ര സങ്കല്പം. അവിടെ മനുഷ്യന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ, ആത്മീയ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല. അപ്പോൾ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലും കുറെ കൂടെ മെച്ചപ്പെട്ടതാണ് ധർമ്മരാജ്യ സങ്കല്പം, അല്ലേ? തീർച്ചയായിട്ടും ധർമ്മരാജ്യ സങ്കല്പമാണ് ശരിക്കും. ധർമ്മരാഷ്ട്രത്തിന്റെ ഒരു മഹനീയമായ മാതൃകയാണ് ഇതൊക്കെ തന്നെ. പിന്നെ മോഡിയുടെ എല്ലാ സ്കീംസും അതെ. ഇപ്പോൾ PMAY, ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന, ഉജ്ജ്വൽ യോജന, നമ്മളെ ഓരോ സ്കീംസ് നോക്കിയാൽ, അതുപോലെ സ്വച്ഛ ഭാരതിൻ്റെ കാര്യം ആദ്യം പറഞ്ഞു. ഏതാണ്ട് 12 കോടി കുടുംബങ്ങൾക്കൊക്കെയാണ് ടോയ്ലറ്റ് നിർമ്മിച്ചു കൊടുത്തത്. അത് നമ്മുടെ സഹോദരിമാരുടെ മാനം കാക്കുന്ന ഒരു ധീരമായ നടപടിയും കൂടിയാണ് ഒരു ഒരർത്ഥ. അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് കൂടിയുണ്ട്. ഒരു സ്വച്ഛത അല്ലെങ്കിൽ ക്ലീൻനെസ്സിന് മാത്രമല്ല, അതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ സഹോദരിമാരുടെ മാനം കാക്കാൻ ഒരു പ്രധാനമന്ത്രി രംഗത്ത് വരേണ്ടി വരുന്നു എന്നുള്ളതല്ലേ? അതാണ് അതിൻ്റെ ഒരു മഹനീയത. അതുപോലെ ഉജ്ജ്വൽ യോജന, പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ടുള്ള പാചകവാദം കൊടുക്കുക. ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ കൊടുക്കുന്ന, അത് ഈ ധർമ്മരാഷ്ട്ര സങ്കല്പത്തിൻ്റെ മറ്റൊരു മഹനീയ മാതൃകയല്ലേ? അതുപോലെ ഒരുപാടെണ്ണം ഉണ്ട്. ഓരോ സ്കീംസിലും കാണാം അദ്ദേഹത്തിൻ്റെ ഓരോ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഓരോ സ്കീമിലും ദീനദയാൽജി ടച്ച് ഉണ്ടെന്ന് പറയുന്നതുകൊണ്ടാണ്, അതാണ് തോന്നുന്നത്. ഞാനിവിടെ വായിച്ച് ഈ ഹോളിസ്റ്റിക് എന്നുള്ള വാക്കുണ്ടല്ലോ, അത് അടുത്ത കാലത്ത് ഡിക്ഷണറി വന്ന വാക്കാണ്. ഏകാത്മകത എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്കാണ് ഹോളിസ്റ്റിക്. ഈ പാശ്ചാത്യർക്ക് ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ പല സങ്കല്പങ്ങളുണ്ടല്ലോ. ഇപ്പം അദ്വൈത സിദ്ധാന്തം, അല്ലെങ്കിൽ
ഗംഗയുടെ പവിത്രത, ഗോവധ നിരോധനം, ഇത്തരം ആശയങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഇത് പല ഘടകങ്ങൾ പരസ്പര ബന്ധമുള്ള വിഷയങ്ങളാണല്ലോ. അപ്പോൾ ഈ ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഇപ്പൊ അവരും ഇതിലേക്ക് വരുന്നു എന്നാണ് പാശ്ചാത്യർ പോലും. അതുകൊണ്ടാണ് അവർ നമ്മളെ യോഗയെ അംഗീകരിച്ചത് അല്ലെ. ഇന്റർനാഷണൽ യോഗ ഡേ അവർ അംഗീകരിക്കാൻ കാരണം അവർക്കൊരു പുതിയ വിഷയമാണ്, അവർക്ക് ആശ്ചര്യകരമായൊരു വിഷയമാണ്. അതെ, ആ യോഗ നൽകുന്ന ശരിക്കും ആ യോഗയെ ഒരു എന്താ പറയുക ഗ്ലോബലൈസ് ചെയ്യുന്നതിൽ മോഡിയുടെ ഒരു ടച്ച് ഭയങ്കരമായിരുന്നില്ല. അത് പറയാതെ വയ്യ. അതുപോലെ ഒരിടത്ത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സനാതന ധർമ്മം അതൊരു വിഷയമാണല്ലോ. ഇപ്പം ഈ സനാതന ധർമ്മത്തെ പിന്തിരുത്തന്മാരുടെയും അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ മോശപ്പെട്ട ഒരു ആചാരങ്ങളുള്ള ഒരു സംവിധാനമാണെന്നുള്ളൊരു സങ്കല്പത്തിന് അതിനെതിരെ ഒരു വിപ്ലവകാരിക്ക് ചേർന്ന മറുപടി ദീൻദയാൽ കൊടുത്തു എന്നാണ്. കാരണം ഈ സ്ത്രീധനം, അടിമ സമ്പ്രദായം, സ്ത്രീ വിവേചനം, ഇത്തരം സമൂഹത്തിലെ എന്താണ് അനാചാരങ്ങൾ, അത് അനാചാരങ്ങളാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിപ്ലവകരമായ ഒരു ഇതാണെന്നാണ് പറയുന്നത്. അല്ല, ഈ ദീനദയാൽജിയുടെ ഒരു ഫ്രീ തോട്ട് ഉണ്ടല്ലോ, അത് ഇന്ത്യൻ കൺസെപ്റ്റിനുള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഭാരതീയ സങ്കല്പങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണെങ്കിലും അതിനൊരു ഫ്രീ തോട്ടിൻ്റെ ഒരു വിശാല ക്യാൻവാസ് ഉണ്ട് എല്ലാ സമയത്തും എന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും. അതുപോലെ എനിക്ക് ഇപ്പം അങ്ങേക്ക് പറയാൻ പറ്റും, ഈ